കേരള രാഷ്ട്രീയത്തിലെ ശക്തനും അനിഷേധ്യനുമായ ഒരു നേതാവായി മാറിയിരിക്കുന്ന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. കോൺഗ്രസിന്റെ വടകരയിൽ നിന്നുള്ള ലോക്സഭാംഗം. തന്റെ കർമ്മമണ്ഡലത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ എതിരാളികൾക്ക് എതിർക്കാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എല്ലാ കാലത്തും വിലമതിച്ചിട്ടുള്ളതാണ്, അംഗീകരിച്ചിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിലേക്ക് എത്തി ചെറിയ കാലയളവിൽ തന്നെ കേരള രാഷ്ട്രീയത്തിലെ തന്നെ സമുന്നതരായ നേതാക്കളിൽ യുവതുർക്കികളിൽ ഒരാളായി മാറി ഷാഫി പറമ്പിൽ. ഇപ്പോൾ ഷാഫി പറമ്പിൽ CPM-ന്റെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴല്ല, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് തന്നെ ഷാഫി പറമ്പിൽ CPM-ന്റെ കണ്ണിലെ വലിയ ഒരു കരടാണ്. ആ കരടിനെ എടുത്തു കളയാൻ, അല്ലെങ്കിൽ ആ കരടിനെ എങ്ങനെയും ഇല്ലാതാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി CPM. എന്നാൽ അതൊന്നും തന്നെ വിജയിച്ചിട്ടില്ല. നമുക്കറിയാം, ഷാഫി പറമ്പിൽ പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ CPM-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന പാലക്കാടിൽ അട്ടിമറി വിജയത്തിലൂടെയാണ് കടന്നു വരുന്നത്, പാർലമെന്ററി രംഗത്തേക്ക് കടന്നു വരുന്നത്. അവിടെ നിന്ന് അദ്ദേഹം തുടർച്ചയായിട്ട് 3 തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം സ്വന്തമാക്കുന്നു. പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അദ്ദേഹം വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരത്തിനായിട്ട് പോവുകയാണ്. അവിടെ അദ്ദേഹം നേരിട്ടത് സാക്ഷാൽ ടീച്ചറമ്മ എന്ന് പറയുന്ന KK ശൈലജ ടീച്ചറെയാണ്. CPM-ന്റെ നമുക്കറിയാം, CPM-ന്റെ സമുന്നത നേതാക്കളിൽ, വനിതാ നേതാക്കളിൽ ഒരാളാണ്. CPM ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞ് പാടി പുകഴ്ത്തുന്ന ആ നേതാവിനെ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ അവിടെ വിജയിച്ചത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന, തന്റെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ മികച്ച വിജയം നേടി മുന്നോട്ട് പോകുന്ന, എതിരാളികളെ തച്ച് തകർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഷാഫി പറമ്പിൽ മാറിയിട്ട് കാലങ്ങൾ കുറേയായി. അത് CPM-ന് അത്ര കണ്ട് പിടിക്കുന്നില്ല എന്ന് അടുത്തിടയിലെ ചില സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് കേരള പൊതുസമൂഹത്തിനും വ്യക്തമായി വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ CPM ആക്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ആ പേര് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു ശൈലി ഇപ്പോൾ CPM പിന്തുടരുകയാണ്. നേരത്തെ വടകര മണ്ഡലത്തിലെത്തിയ ഷാഫി പറമ്പിലിനെ തടയുകയും അദ്ദേഹത്തിന്റെ വാഹനം തടയുകയും ചില DYFI നേതാക്കൾ ചെന്നുകൊണ്ട് കേട്ടാലിറക്കുന്ന തെറി പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഇന്നലെ പാലക്കാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ഒരു ജില്ലാ സെക്രട്ടറി പദത്തിലിരിക്കുന്ന വ്യക്തിക്ക് ചേരാത്ത തരത്തിലുള്ള, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, സത്യത്തോട് നീതി പുലർത്താത്ത തരത്തിലുള്ള അവഹേളനങ്ങളും അധിക്ഷേപ പരാമർശങ്ങളുമാണ് EN സുരേഷ് ബാബു ഈ പറയുന്ന ഷാഫി പറമ്പിലിനെതിരെ നടത്തിയത്. അദ്ദേഹം സുന്ദരികളായ യുവതികളെ കണ്ടാൽ ഉടൻ തന്നെ ബാംഗ്ലൂരുവിലേക്ക് ക്ഷണിക്കുകയാണ്, ട്രിപ്പിനായിട്ട് ക്ഷണിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് തുടർന്ന് ഷാഫി പറമ്പിലിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇങ്ങനെ നടത്തുകയാണ്. അതിന് ഷാഫി പറമ്പിൽ തൊട്ടു പിന്നാലെ മറുപടി കൊടുക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ പറഞ്ഞത്, തന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയാണ് CPM. കഴിഞ്ഞ കുറെ കാലമായിട്ട് അവർ ചെയ്യുന്നത് ഇതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർ കണ്ടുവച്ചിരിക്കുന്ന, CPM കണ്ടുവച്ചിരിക്കുന്ന രാഷ്ട്രീയം ഇതാണോ? ആ തെരഞ്ഞെടുപ്പിൽ UDF-നെ നേരിടാനുള്ള ഇവരുടെ രാഷ്ട്രീയം ഇതാണോ? അതായത് യുവാക്കളെയൊക്കെ തന്നെ സ്ത്രീ കേസുകളിൽ പെടുത്തി അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ നേരിടുന്നതാണോ CPM-ന്റെ രാഷ്ട്രീയം എന്ന ഒറ്റ ചോദ്യത്തോടു കൂടി തന്നെ EN സുരേഷ് ബാബു പിന്നീട് മലക്കം മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പഴിയെല്ലാം മാധ്യമങ്ങൾക്കുമൊക്കെ തന്നെയാണ്, മാധ്യമങ്ങൾ ഓരോന്നൊക്കെ തന്നെ നിരൂപിച്ചെടുത്തു, അവര് സൃഷ്ടിച്ചെടുത്ത വാർത്തയാണ്, താൻ ആരെയും പറഞ്ഞിട്ടില്ല എന്നൊക്കെ കിടന്ന് മെഴുകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ അദ്ദേഹം ഷാഫി പറമ്പിലിന്റെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന അധിക്ഷേപങ്ങളെല്ലാം ചൊരിഞ്ഞത്. യാതൊരു ഉളുപ്പുമില്ലാതെ ഓന്ത് നിറം മാറുന്നതിനേക്കാൾ വേഗത്തിലാണ് അദ്ദേഹം ഈ കരണം പറഞ്ഞിരിക്കുന്നത്. ഈ നിലപാട് മാറ്റം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വിച്ചിങ് ഒക്കെ എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അവരുടെ നയ കാര്യങ്ങളിൽ പോലും, നയപരമായ കാര്യങ്ങളിൽ പോലും നമ്മൾ ആ രീതിയിലുള്ള നിലപാട് മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ EN സുരേഷ് ബാബു പൊടുന്നനെ അത് മാറ്റുന്ന ഒരു കാഴ്ച കണ്ടു. ഞാൻ ഷാഫി പറമ്പിലിന്റെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ല, അത് ഷാഫി പറമ്പിലിന് തന്നെ തോന്നി, അദ്ദേഹത്തിന് അങ്ങനെ സ്വയം തോന്നി എന്നൊക്കെയാണ് ഈ സുരേഷ് ബാബു ചോദിക്കുന്നത്. അദ്ദേഹം ഈ കേരള പൊതുസമൂഹത്തിന്, മലയാളികളുടെ എന്താ പറയുക, സാമാന്യ ബോധത്തെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ്. താൻ മാത്രമാണ് ബുദ്ധിമാൻ, ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ മണ്ടത്തരം എഴുന്നള്ളിക്കുന്ന
ഈ എൻ എന്ന് പറയുന്ന ഇനിഷ്യലിലെ എൻ എന്ന് പറയുന്നത് നാറിയാണോ എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ പറയുന്ന മാന്യനായ സുരേഷ് ബാബു എന്ന് പറയുന്ന പാലക്കാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ തന്നെ ഉയർന്നു വന്നു. രാത്രിയിൽ കോൺഗ്രസ് വലിയ ശക്തമായ ഒരു പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുന്ന കാഴ്ച കണ്ടു. വലിയ ഒരു ജനപങ്കാളിത്തമാണ് ആ ഒരു പ്രതിഷേധത്തിൽ ഉയർന്നത്. IN സുരേഷ് ബാബു മാപ്പ് പറയണമെന്ന ആവശ്യം ഉയർന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് IN സുരേഷ് ബാബുവിനെ ആ സ്ഥാനത്തു നിന്നും നീക്കണം. അതായത് ഈ പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ എന്നൊക്കെ പറയുന്നത് വലിയ പദവി വഹിക്കുന്ന, വലിയ ഉത്തരവാദിത്വം വഹിക്കുന്ന പദവികളാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ്, അത്തരം ഒരു പദവിയിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ജില്ലാ സെക്രട്ടറിയുടെ പദവിക്ക് ചേരാത്ത തരത്തിലുള്ള അങ്ങേയറ്റം മോശകരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ തന്നെ അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തെ നീക്കം ചെയ്യാനുള്ള നടപടി CPM കൈക്കൊള്ളണം എന്ന് സതീശൻ ആവശ്യപ്പെട്ടു. അത് CPM ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല പ്രതിപക്ഷ നേതാവ് അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത്. മറിച്ച് UDF-ന്റെ ഈ വിഷയത്തിലെ നിലപാടാണ് സതീശൻ ഇന്നലെ പറഞ്ഞത്. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സുരേഷ് ബാബുവിനെതിരെ കേസ് പോയിട്ടുണ്ട്. ഷാഫി പറമ്പിലും ഈ വിഷയത്തിൽ സുരേഷ് ബാബുവിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ് ബാബു പറയുന്നത് നിയമപരമായിട്ട് മുന്നോട്ട് പോകട്ടെ, അത് കൂടുതൽ വഷളാകും എന്നൊക്കെയാണ് അദ്ദേഹം. തന്റെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളുണ്ട് ഷാഫി പറമ്പിലിനെതിരെ, അതൊക്കെ തന്നെ താൻ പുറത്തുവിടും. പിന്നീട് ഷാഫി പറമ്പിലിന് ഇവിടെ മുഖം ഉയർത്തി നടക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള തരത്തിലാണ് ഈ സുരേഷ് ബാബുവിന്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ വരുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ സുരേഷ് ബാബുവിനെ ഈ വിഷയത്തില് പിന്തുണയ്ക്കാനായിട്ട് CPM-ന്റെ നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നതാണ് വളരെ രസകരമായ ഒരു കാര്യം. ഇന്ന് NN കൃഷ്ണദാസും ഒപ്പം തന്നെ AK ബാലനും ഒക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് സുരേഷ് ബാബുവിന്റെ പ്രതികരണമാണ്. പാർട്ടിക്ക് അതിൽ പങ്കില്ലെന്ന തരത്തിൽ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. സാധാരണ AK ബാലനൊക്കെ നമുക്കറിയാം, എന്ത് വിഷയമുണ്ടെങ്കിലും അവിടെ വലിഞ്ഞു കയറി ചെന്ന് ന്യായീകരിക്കുന്ന, എന്തും ന്യായം കണ്ടെത്തുന്ന ഒരു അന്തം കമ്മി ലെവലിൽ പ്രതികരിക്കുന്ന ഒരു സംസ്ഥാന നേതാവാണ് AK ബാലൻ. അദ്ദേഹം ആ വിഷയത്തില് ഷാഫി പറമ്പിലിനെതിരായ ആ പ്രതികരണത്തില് കരുതലോടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ഷാഫി പറമ്പിലിനെ തൊട്ടാലുണ്ടാകുന്ന ഒരു പ്രത്യാഘാതം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് CPM ഈ വിഷയത്തില് EN സുരേഷ് ബാബുവിന്റെ പ്രതികരണത്തോടൊരു അകൽച്ച കാത്തു സൂക്ഷിക്കുന്നത്. നമുക്കറിയാം, ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെ പല ഘട്ടത്തിലും CPM-ന് തിരിച്ചടിയായിട്ടുള്ള ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെതിരായി ഉണ്ടായിരിക്കുന്ന ഈ അധിക്ഷേപം, വ്യക്തിപരമായ അധിക്ഷേപം, ഒരു ആരോപണമല്ല, എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ കേട്ടുകേൾവിയുടെയെങ്കിലും അടിസ്ഥാനത്തിലുള്ള ഒരു ആരോപണമല്ല, മറിച്ച് അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുക, അദ്ദേഹത്തെ തനിക്കാക്കി വിടക്കാക്കുക എന്ന് പറയുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുക. അത് പിന്നെ സൈബർ അണികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അതിനെതിരെ ഒരു പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിന്റെ മതവും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അതിനെതിരായിട്ടൊരു പ്രചരണം അഴിച്ചുവിടും. അതിന് ഈ പറയുന്ന BJP പോലുള്ള സംഘപരിവാർ സംഘടനകളും എല്ലാം രംഗത്ത് വരും. അവർക്കൊക്കെ തന്നെ ഒരു ഇതിന് ഷാഫി പറമ്പിലിനെ ആക്രമിക്കാനുള്ള ഒരു വടി ഇട്ടുകൊടുക്കുന്ന അങ്ങേയറ്റം അപഹാസ്യപരമായ ഒരു സമീപനമാണ് ഈ പറയുന്ന EN സുരേഷ് ബാബുവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ മതേതര മുഖങ്ങളിൽ ഒന്നാണ്. അദ്ദേഹം ആ പാർട്ടിയുടെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളായിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളർന്നു വന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ നിലപാടുകളൊക്കെ തന്നെ കേരള സമൂഹത്തിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടും ആ വിഷയങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ തന്നെ എന്താണെന്ന് കേരള സമൂഹത്തിന് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അത് കേരളീയ പൊതുസമൂഹം മുഖവിലക്കെടുക്കില്ല എന്ന് 100% ഉറപ്പുണ്ട്. അത്തരത്തിലൊരു വ്യക്തിയെ 100% ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിലൂടെ CPM-ന് ഈ ഒരു നീക്കം, EN സുരേഷ് ബാബുവിന്റെ ഈ ഒരു പ്രസ്താവന, അത് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയാകും എന്ന് തന്നെയാണ് കേരളീയ പൊതുസമൂഹത്തിന്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.